നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് നെയ്റോസ്റ്റും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് താളിച്ച് ചേർക്കുവാണ് കേട്ടോ. കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചോറിനും ഇട്ടിട്ടുണ്ടാകുന്ന കേട്ടോ. ചോറും വാർത്തു. പിന്നെ നെയ്റോസ്റ്റ് ചുട്ടെടുക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരിയും ചോറും പിന്നെന്താ ഉഴുന്നും കൂടി അരച്ചതാണ് കേട്ടോ. അപ്പോൾ ദോശക്കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെട്ടിയിട്ട് ദോശ മാവ് ഇട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. കടയിൽ കിട്ടുന്ന അത്രയും നൈസാക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഒരുവിധം നൈസാക്കിയിട്ടുണ്ട്. വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം മടക്കിയെടുക്കുകയാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും നൈസാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദോശക്കല്ല് എന്നെ ചതിക്കുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ കുഴപ്പമുണ്ടായില്ല. ബാക്കിയുള്ള മാവും കൂടി എല്ലാം നല്ല രീതിയിൽ തന്നെ ചുട്ടെടുക്കാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ നെയ്റോസ്റ്റും കട്ടൻ കാപ്പിയും സാമ്പാറൊക്കെ കൂട്ടി രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടോ. ഇനി ഉച്ചത്തേക്കുള്ളത് റെഡിയാക്കണം. രാവിലത്തെ സാമ്പാർ കുറച്ച് ബാക്കിയിട്ടോ. പിന്നെ ഒരു പാക്കറ്റ് ഉണക്കക്കൊഴുവ് മേടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ വെട്ടി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇന്ന് മീനൊന്നും മേടിക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഉണക്കക്കൊഴുവ് മേടിച്ചത്. ഒരു പാക്കറ്റ് വാങ്ങിയുള്ളൂ, വളരെ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ സവാള ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 സവാള ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണക്കക്കൊഴുവ തലയും വാലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. പിന്നെ സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ കൊഴുവ വറുത്തെടുക്കുവാണ്. ഈ ചീനച്ചട്ടി ഞാൻ താളിക്കാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെയുള്ളതിനൊക്കെ എടുക്കും. ആദ്യം തന്നെ കൊഴുവ വറുത്ത് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം സവാളയും കൂടി ഇട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സവാളക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഉണക്കമീനായതുകൊണ്ട് അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സവാള വാടി വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മുളക് പൊടി മൂത്ത് വന്നപ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന കൊഴുവയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊഴുവ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് സാമ്പാറും കൊഴുവ ഫ്രൈയും കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.